നമസ്കാരം, ബിബിൻ കരുവേറ്റ സ്പീക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് യൂട്യൂബ് ബ്രൂട്ടസ് എന്ന വാചകമാണ്. ആരാണ് ഈ ബ്രൂട്ടസ്? റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും കരുത്തനായ രാജാവായിരുന്നു സീസർ. ആ സീസറിന്റെ വലതുകൈ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ് ബ്രൂട്ടസ്. സീസർ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഏറ്റവും അടുപ്പമുള്ള സ്നേഹിതൻ, അതാണ് മാർക്കസ് യൂണിയസ് ബ്രൂട്ടസ്. തന്റെ ഭരണത്തിലെ എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ സീസർ ഫരമേൽപ്പിച്ചിരുന്നത് ബ്രൂട്ടസിനെയാണ്. എന്നാൽ എന്താണ് ഈ ബ്രൂട്ടസ് സീസറിനോട് കാണിച്ചത്? ക്യാഷ്യസും കൂട്ടരും ചതിയിലൂടെ സീസറിനെ വധിക്കുവാൻ ഗൂഢാലോചന നടത്തുന്നു. ഒരു സൽക്കാരത്തിനിടെ നിരായുധനായ അദ്ദേഹത്തെ ക്രൂരമായി അവർ മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. നിരവധി പരിക്കുകളേറ്റ അദ്ദേഹത്തെ അവസാനമായി കുത്തുന്നത് ബ്രൂട്ടസ് ആണ്. ബ്രൂട്ടസിനെ തിരിഞ്ഞു നോക്കി സീസർ ചോദിക്കുന്ന ചോദ്യമാണ് യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ളത്. തന്റെ ഉറ്റ സ്നേഹിതൻ ഒരിക്കലും തന്നെ ചതിക്കുമെന്ന് സീസർ വിശ്വസിച്ചിരുന്നില്ല. ആ കുത്തിനു ശേഷം സീസർ താഴെ വീഴുകയും മരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ വീഴ്ത്തുവാൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നമ്മുടെ ഉറ്റ സ്നേഹിതരായിരിക്കാം. ചിലപ്പോൾ ഒരു മനുഷ്യന് 3 തരത്തിലുള്ള സ്നേഹിതരുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഒന്നാമതായി, ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങളുടെ ജീവിത പാതകളിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ സൗഹൃദങ്ങൾ. രണ്ടാമതായി, ആവശ്യങ്ങൾക്ക് മാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന സൗഹൃദങ്ങൾ. മൂന്നാമതായി, ഒരു കൂട്ടരുണ്ട്, സ്നേഹിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും, എന്നാൽ അവർ പുറകിലൂടെ നമ്മളെ കുത്തുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് ബ്രൂട്ടസ് എന്ന് വിളിക്കുന്നത്. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന വാക്ക് പറയാത്തതായി ഒരു മലയാളിയും ഉണ്ടാകുകയില്ല. നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ ബ്രൂട്ടസ് ആണോ? നിങ്ങൾ പുറകിൽ നിന്ന് കുത്താറുണ്ടോ? അതോ സ്നേഹത്തോടെയാണോ നിങ്ങളുടെ സൗഹൃദങ്ങളെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്? വീഴുമ്പോൾ താങ്ങുന്നവനും കരയുമ്പോൾ കൂടെ കരയുന്നവനും സന്തോഷങ്ങളിൽ ഒപ്പം നിൽക്കുന്നവനുമാണ് സുഹൃത്ത്. നമുക്ക് നല്ല സുഹൃത്തുക്കളാകുവാൻ സാധിക്കട്ടെ. ബ്രൂട്ടസുമാരെ നമുക്ക് മറക്കാം. നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതങ്ങൾ നല്ലതാകട്ടെ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബിബിൻ കരുവേറ്റ.